സമരപ്പന്തലിൽ നിന്നും ദിലീപ് ചേരുകയാണ്. ദിലീപ്, ചർച്ച എങ്ങനെയായിരുന്നു? വിജയകരമായോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, നിലവിൽ ചർച്ച എന്തായാലും ആശ്വാസകരമായ രീതിയിൽ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സമരസമിതിയുടെ നേതാവായ വളർമതി നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതേസമയം ഇപ്പോൾ BJP MLA കൂടിയായ BB ഗോപകുമാർ സമരപ്പന്തലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഒരേ ഒരു പാർട്ടി BJPയും യുവമോർച്ചയുമാണ്. യുവമോർച്ച ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ V മനു പ്രസാദ് അടക്കമുള്ളവർ ഇവിടെ എത്തി ആ ഒരു സന്തോഷ നിമിഷം അവരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. BJP അടക്കമുള്ളവരാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി രംഗത്തെത്തിയതും. എന്തായാലും നമുക്ക് ഈ സമരപന്തലിലുള്ള ആ ഉദ്യോഗാർത്ഥികളോടൊപ്പം തന്നെ ആ ഒരു സന്തോഷം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ദിലീപ്, എനിക്ക് തോന്നുന്നു അവിടെ സമരം നയിച്ചവരിലേക്ക് പോകാം, അവരുടെ പ്രതികരണം തേടാം. ദിലീപ്, ഇപ്പോൾ നമ്മോടൊപ്പം BB ഗോപകുമാർ MLA ഉണ്ട്. വളരെ ആശ്വാസകരമായ കാര്യമാണ്. സമരം അവസാനിച്ചിട്ടില്ല, സമരം തുടരുകയാണ്. നിരാഹാര സമരം മാത്രമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആശാ വർക്കർമാർ നടത്തിയ ഒരു സമരമുണ്ട്. ആ സമരത്തിന് സമാനമായ ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. വൈകിയെങ്കിലും സർക്കാർ ഇതിനകത്ത് ഇടപെടാൻ കാണിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ ഇത്രയും ആശാ വർക്കർമാരുടെ സമരത്തിനടക്കം വലിയ പിന്തുണ കൊടുത്തവർ അധികാരത്തിൽ വന്നിട്ട് വലിയ ജനപിന്തുണ ഈ സമരത്തിന് ലഭിക്കുന്നുവെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഇടപെടാനുള്ള മനസ്സ് കാണിച്ചത്. അവിടെയാണ് ഈ രണ്ട് ഗവൺമെൻറ്റും ജനകീയ വിഷയങ്ങളിൽ സമാന രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഒരു ന്യായമായ ഒരു ആവശ്യം പരിഹരിക്കുവാനുള്ള അടിയന്തര തീരുമാനമല്ല ഉണ്ടായത്. ഈ സമരത്തിന് യുവമോർച്ചയടക്കം BJP ഉള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പിന്തുണ കൊടുത്തു, വലിയ ജനപിന്തുണ. അതിനുമപ്പുറം നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരുപാട് പേർ ഈ സമരത്തിന് പിന്തുണ അറിയിച്ചു വന്നു. അത് ഈ ഗവൺമെൻറ്റിന് ഒരു തലവേദനയാകുമെന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഒരിടപെടലിന് മനസ്സ് കാണിച്ചത്. യുവമോർച്ച നിരന്തരമായി, അതായത് തുടർച്ചയായി സമരം നടത്തി, സെക്രട്ടറിയിൽ അടക്കമുള്ള സമരം നടത്തി. അത് സ്വാഭാവികമായിട്ട് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ വന്നില്ല. അപ്പോൾ യുവമോർച്ചയുടെ ശക്തമായ ഒരു ഇടപെടൽ ഇതിന് അതെ, യുവമോർച്ചയുടെ ശ്രീ മനു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സമിതി, ഞാനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജന്തർ മന്ദറിൽ സമരത്തിന് പോയവർ, ഈ രണ്ട് മുന്നണിയിലും പെട്ടവർ പോയിരുന്നു. എന്തുകൊണ്ട് ഈ സമരത്തിന് സമാനമായ മറ്റൊരു സമരം ഇവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് പിന്തുണ അറിയിച്ച് വന്നില്ല എന്ന ചോദ്യം ഞങ്ങൾ ആ സമരവേദി തന്നെ ഉയർത്തി. പിന്നീട് ജില്ലാസ്ഥാനങ്ങളിൽ യുവമോർച്ചയുടെ നേതൃത്വം നടത്തിയ സമരം, അതിനകത്തൊക്കെ വലിയ പിന്തുണ ലഭിക്കേണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ആ സമരത്തിനെ അടിച്ചമർത്താൻ നടത്തിയ ശ്രമമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ സമരം, ഞാനടക്കമുള്ളവർക്കന്ന് ജലപീരങ്കിയിൽപ്പെട്ടവരാണ്. അവിടെ ഒരു സമരത്തെ പരമാവധി അടിച്ചമർത്താനുള്ള ശ്രമവും നടത്തി. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം വിജയം കണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്. 45 ദിവസമാണ് ഇപ്പോൾ നിലവിൽ കാലാവധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സർക്കാരാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഓരോ ദിവസം നിലപാട് മാറ്റുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ എത്രത്തോളം വിശ്വസനീയമാണ്? 45 ദിവസമൊന്നും വേണ്ട ഇതിൻ്റെ തീരുമാനമെടുക്കാൻ. ഇത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് അറിയാവുന്നതാണ്. അപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ നിൽക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം കൂട്ടിക്കെട്ടാനാണോ ശ്രമിക്കുന്നത്? ഇവിടെയാണ്. അല്ലാതെ ഈ തീരുമാനത്തിൽ വേണമെങ്കിൽ 24 മണിക്കൂറിനകം ഈ സമരം ചെയ്തവരെ മുന്നിൽ വെച്ച് വേണമെങ്കിൽ സംസ്ഥാന മന്ത്രിക്ക് തീരുമാനമെടുക്കാം. അത്തരം റിപ്പോർട്ടുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ സമരത്തിലും നമ്മൾ കാണുന്നത്. പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന തീരുമാനം എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു? തീർച്ചയായും അശ്വതി, BB ഗോപകുമാർ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിലവിൽ എന്തായാലും ദിലീപ്, സാധ്യമാകുമെങ്കിൽ നമുക്ക് ആ സമരക്കാരുടെ പ്രതികരണം കൂടി ഒന്ന് തേടാം. നിരാഹാര സമരം മാത്രമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. സമരം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് ഒന്നടങ്കം അറിയിച്ചിരിക്കുന്നത്.
സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപേ, അവിടെയുള്ള പ്രതിഷേധക്കാരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് തേടാം. സമരം അവസാനിപ്പിച്ച വളർമതിയുടെ പ്രതികരണം. ഇപ്പോൾ നമ്മോടൊപ്പം വളർമതി ചേരുകയാണ്. വളർമതി എങ്ങനെ വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിരാഹാരം അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുക എന്നുള്ളൊരു കാര്യം, അപ്പോഴാണ് ഇത് പൂർണ്ണമായ വിജയമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അത്രയും 45 ദിവസം സമയം ചോദിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 24 വരും. അത് കഴിഞ്ഞാൽ എന്താണ് അതിനുള്ളിൽ നടപടി ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാത്ത മുറയ്ക്ക് നമ്മൾ ആലോചിക്കും എന്താണ് വേണ്ടത്. നിരാഹാര സമരം മാത്രം അവസാനിച്ചു. സമരത്തിൻ്റെ പ്രതിഷേധമോ പ്രകടനങ്ങളോ ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ഇതുപോലെ തുടരും. 45 ദിവസം വരെ ഇവിടെ തുടരും ഉറപ്പായി. അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ വളർമതി നമ്മുടെ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും നിരാഹാര സമരം മാത്രമാണ് നിലവിൽ അവസാനിച്ചിരിക്കുന്നതും. എന്തായാലും സമരവുമായി 45 ദിവസം ഇവിടെ തുടരുമെന്നാണ് വളർമതി അടക്കമുള്ളവർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മറ്റു പ്രതിഷേധ പരിപാടികളോ മുൻപ് നമുക്കറിയാം, അത് മണ്ണ് വാരി കഴിച്ചും അതോടൊപ്പം തന്നെ പുല്ല് തിന്നും അതോടൊപ്പം തന്നെ പ്രതീകാത്മകമായി ചിത ഒരുക്കിയുമാണ് ഇവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അത്തരത്തിൽ യാതൊരുവിധ പ്രതിഷേധ പരിപാടികൾക്കും ഇനി അവർ ഒരുങ്ങുന്നില്ല. പക്ഷേ സമാധാനപരമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, അതായത് ഈ സമരപന്തലിൽ തന്നെ ഈ 45 ദിവസം ഇവിടെ ഇരുന്ന് സമാധാനപരമായി സമരം നടത്തുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു സമീപനം അല്ലെങ്കിൽ അനുകൂലമായൊരു നിയമന നടപടിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യമാണ് വളർമതി സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ട് തന്നെ ഇന്നൊരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ അടുത്ത ദിവസം മാറ്റി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന എത്രത്തോളം വിശ്വസനീയമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ LPSG റാങ്ക് ഹോൾഡേഴ്സ് എത്തിയതെന്നാണ് പ്രതീക്ഷിക്കുന്നതും. എന്തായാലും വളരെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് LPSG റാങ്ക് ഹോൾഡേഴ്സ് സമരപ്പന്തലിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് ദിലീപ് കുറ്റിച്ചൽ നൽകിയത്. എന്തായാലും നിരാഹാര സമരം വളർമതി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 13ാമത്തെ ദിവസമാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ LPSG റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം തുടരും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം.